തൃശൂർ തങ്കമണി കയറ്റത്ത് ആളൊഴിഞ്ഞ കിണറ്റിലെ പറമ്പിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് അറസ്റ്റിൽ. തൃശൂർ സ്വദേശി വിനയനെയാണ് തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മദ്യം വാങ്ങിയതിന്റെ ബില്ലാണ് പോലീസിന് തെളിവായത്. മദ്യപിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തെ തുടർന്ന് സന്തോഷിനെ വിനയൻ കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ഈ മാസം 8-നായിരുന്നു സംഭവം. അഭിജിത്ത് തലച്ചിറ വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഇതൊരു കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്താനുണ്ടായ സാഹചര്യം എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ പോലീസിന് ലഭിച്ചിരുന്നു? അതായത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8-ാം തീയതി ഉണ്ടായ ഒരു സംഭവമാണ്. അതായത് സംഭവം ഉണ്ടാകുന്ന 8-ാം തീയതി അല്ലെങ്കിൽ പോലും 8-ാം തീയതിയാണ് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് ഇത്തരത്തിൽ ആളൊഴിഞ്ഞൊരു പറമ്പിലെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തി എന്നുള്ള അറിയിപ്പ് എത്തുന്നത്. തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തുകയും മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്യുന്നത്. എടുക്കുമ്പോൾ തന്നെ 4 ദിവസത്തെ പഴക്കം മൃതദേഹത്തിനുണ്ടായിരുന്നു. ആരാണെന്ന് ആദ്യഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റിയില്ല. പിന്നീട് നടത്തിയ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും കിട്ടിയ ഫോൺ നമ്പറിന്റെ വെളിച്ചത്തിലാണ് പിന്നീട് അന്വേഷണം നടത്തുന്നതും മരിച്ചത് ചേർപ്പ് വല്ലച്ചിറ സ്വദേശി സന്തോഷാണെന്ന് തിരിച്ചറിയുന്നതും. ഇദ്ദേഹം ചെമ്പൂക്കാവിലെ ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ്. ഇവിടേക്ക് എത്തിയ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് മരണം വെള്ളം കുടിച്ച് മാത്രമാണെന്നുള്ള റിപ്പോർട്ട് വരുന്നു. എന്നാൽ ഇവിടേക്ക് എങ്ങനെ എത്തി, എങ്ങനെയാണ് ഈ കിണറ്റിൽ വീണത് എന്നത് സംബന്ധിച്ച് പോലീസിന് നേരിയൊരു സംശയം തോന്നുകയുണ്ടായി. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥലത്തു നിന്നും ഒരു ബില്ല്, അതായത് മദ്യം വാങ്ങിയതിന്റെ ബില്ല് ലഭിക്കുന്നത്. ഈ ബില്ലിനെ ചുറ്റിപ്പറ്റി നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ഇതൊരു കൊലപാതകമാണെന്ന് തിരിച്ചറിയുന്നത്. അതായത് ബില്ലിൽ അടുത്തുള്ള, അതായത് മെട്രോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നുള്ള ബില്ലാണ് ഈ മൃതദേഹം, അതായത് സ്ഥലത്ത് നിന്നും കിട്ടുന്നത്. ഇതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ, അതായത് CCTV പ്രദേശത്തെ വിവിധ സ്ഥാപനങ്ങളിൽ നടത്തിയ CCTV പരിശോധനകളിൽ ഇവർ 4 പേർ സംഘം ചേർന്ന് പോകുന്നതും മരിച്ച സന്തോഷ് ഉൾപ്പെടെ പോകുന്നതും പിന്നീട് പിറ്റേന്ന് വൈകിട്ടാകുമ്പോൾ സന്തോഷിനെ മാത്രം ആ സംഘത്തിൽ നിന്ന് മിസ്സാവുകയും ചെയ്യുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. തുടർന്നാണ് ഈ കൂട്ടത്തിലുള്ളവരെ കണ്ടുപിടിച്ച് നടത്തിയ തിരച്ചിൽ. ആദ്യമേ ഒരു ആൾ പിടിയിലാകുന്നത് തൈപ്പൂയ ദിവസമാണ്. തൈപ്പൂയത്തിൽ നിന്നാണ് പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. ഇയാളിൽ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് താനല്ല, ഒപ്പമുണ്ടായിരുന്ന ചേറൂർ സ്വദേശി പുറക്കോട്ട് വീട്ടിൽ വിനയൻ എന്ന ആളാണ് ഇദ്ദേഹത്തെ കിണറ്റിൽ തള്ളിയിട്ടതെന്നായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആളുടെ മൊഴി. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിനയനെ പോലീസ് പിടികൂടുന്നതും കൂടുതൽ ചോദ്യം ചെയ്ത് വാക്കുതർക്കമാണ് ഈ ഒരു ഇത്തരത്തിലൊരു ചെയ്തിയിലേക്ക് വിനയനെ നയിച്ചതെന്ന് പറയുന്നത്. അതായത് മറ്റ് സംഘർഷങ്ങളോ പിടിപിടികളോ ഒന്നും ഉണ്ടായില്ല. വാക്കുതർക്കം ഉണ്ടാകുന്നു. ഉടൻ തന്നെ മദ്യലഹരിയിലായിരുന്ന വിനയൻ കാലുവാരി സന്തോഷിനെ കിണറ്റിലേക്ക് തള്ളിയിടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ വിനയൻ തന്നെ അവിടെ എത്തി മൃതദേഹം കിണറ്റിൽ കാണാതായപ്പോൾ തന്നെ തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് ആ സംഭവം നടക്കുന്നത്. ഇത് വളരെ ഏറെ ഒരു തിരിച്ചറിയപ്പെടാതെ പോകേണ്ടിയിരുന്ന ഒരു കൊലപാതക വിവരം ഒരു ബില്ലിന്റെ, അതായത് മദ്യം വാങ്ങിയ ബില്ലിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അത് കൊലപാതകമായി മാറുന്നതും ഒക്കെ. എന്തായാലും ആ ഒരു അന്വേഷണ സംഘം, അതായത് സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നേതൃത്വത്തിലുള്ള നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് വഴിമാറുന്നത്. പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. അതായത് കമ്മീഷണർ R. ഇളങ്കോയുടെ നേതൃത്വത്തിൽ ACP സലീഷൻ ശങ്കർ, അതുപോലെ CI ജിജോ, ASI ദുർഗാലക്ഷ്മി, ഉദ്യോഗസ്ഥരായ ഹരീഷ്, ദീപക്, സൂരജ്, അജ്മൽ, നസീബ് എന്നിവർ ചേർന്നുള്ള സംഘമാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയതും ഇത്തരത്തിൽ കേവലം ഒരു കിണറ്റിൽ വീണ മരണം കൊലപാതകമാണ് എന്ന് തിരിച്ചറിയുന്നതിലേക്കുമുള്ള നിലയിലേക്ക് എത്തിയതും. ലിറ്റി, ശരി അഭിജിത്ത്, വിവരങ്ങൾ നൽകിയതിന്. തൃശൂർ തങ്കമണി കയറ്റത്ത് ആളൊഴിഞ്ഞ കിണറ്റിലെ പറമ്പിൽ മധ്യവയസ്കന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് തൃശൂർ സ്വദേശി വിനയനെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളാണ് അഭിജിത്ത് തലച്ചിറ നൽകിയത്.